സത്യേട്ടാ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. വൈകിട്ട് നേരത്തെ വരണേ. എന്താ പ്രത്യേകത? ബെസ്റ്റ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ, വെറ്ററി ഓഫീസിലെ ശേഖരൻ സാറിന്റെ മോളുടെ ബർത്ത്ഡേ ആണെന്ന്. വൈകിട്ട് പാർട്ടിക്ക് പോണം. അത് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ പാർട്ടിക്ക് ഇല്ലാന്ന്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സത്യേട്ടാ? പഞ്ചായത്ത് ഓഫീസിൽ വന്ന് ശേഖരൻ സാറിനെ നേരിട്ട് വിളിച്ചതാ. സത്യേട്ടനെ കൊണ്ടുവരണമെന്ന് പ്രത്യേകം പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിൽ വന്ന് നിന്നെ അങ്ങേർക്ക് ക്ഷണിക്കാമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് എന്നെയും ക്ഷണിക്കാം. അതാണോ പ്രശ്നം? ആ, സ്റ്റേഷനിൽ വന്ന് സത്യേട്ടനെ വിളിക്കാന്ന് ശേഖരൻ സാറ് പറഞ്ഞതാ. ഞാനാ പറഞ്ഞത് വേണ്ടെന്ന്. അങ്ങനെ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ചു. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പഞ്ചായത്ത് ഓഫീസിൽ വന്ന് നിന്നെ കാണാമെങ്കിലേ പോലീസ് സ്റ്റേഷനിൽ വന്ന് അങ്ങേർക്ക് എന്നെയും കാണാം. ഇങ്ങനെ നിസ്സാര കാര്യത്തിനൊക്കെ വാശി പിടിക്കല്ലേ സത്യേട്ടാ. നോക്ക്, സത്യേട്ടനില്ലാതെ ഞാൻ അവിടെ കയറി ചെന്നാ നാട്ടുകാരെന്ത് വിചാരിക്കും? നാട്ടുകാർ എന്ത് വിചാരിച്ചാലും എനിക്കത് ഒരു പ്രശ്നവുമില്ല. സത്യേട്ടാ പ്ലീസ്, സത്യേട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ ആകെ നാണം കെടും. നീ വലിയ പഞ്ചായത്ത് മെമ്പറല്ലേ, ഭർത്താവിനെ ബഹുമാനിക്കാത്ത അഹങ്കാരി. ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി. സത്യേട്ടൻ എവിടെയെന്ന് ചോദിച്ചാലോ? മരിച്ചുപോയി എന്നങ്ങ് പറഞ്ഞോ. അവരത് വിശ്വസിക്കുവോ? ഒരു SI മരിച്ച പത്രത്തിലും TV-ലും ഒക്കെ വരില്ലേ? ഓ ആർച്ചേ, എനിക്ക് നാളെ DYSP കാണാൻ പോകണം. അത് ഇന്നലെ പറഞ്ഞു വെച്ച കാര്യമാണ്. എനിക്കത് പോയേ പറ്റൂ. DYSP എൻ്റെ മേലുദ്യോഗസ്ഥനാണ്, ഞാൻ കീഴുദ്യോഗസ്ഥനും. സത്യേട്ടാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ സത്യേട്ടൻ സ്റ്റേഷനിലില്ലേ? അപ്പൊ എപ്പോഴെങ്കിലും DYSP കണ്ടാ പോരെ? അതൊക്കെ തീരുമാനിക്കുന്നത് DYSP-യാ, ഞാനല്ല. നാളെ ഒരു ആവശ്യത്തിന്, ഉദാഹരണത്തിന് നമ്മളുടെ മോളുടെ ബർത്ത്ഡേക്ക് ശേഖര സാറിനെ വിളിച്ച് അയാൾ വരുമോ? വരണ്ട. നമ്മുടെ മോളുടെ ബർത്ത്ഡേ പാർട്ടി നടത്തുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി അഥവാ ബർത്ത്ഡേ പാർട്ടി നടത്തിയാൽ ഈ ശേഖരൻ സാറിനെ വിളിക്കുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പൊ സത്യേട്ടൻ വരില്ല. അത് മൂന്നാമത്തെ കാര്യം. നീ നേരത്തെ വന്നാ? ഞാൻ കറക്റ്റ് ടൈമിന് തന്നെ വന്നത്. ചേച്ചി എണീക്കാനാ ലേറ്റ് ആയത്. സാറിനോട് ചോദിച്ചപ്പോഴേ ചേച്ചി നല്ല ഉറക്കമാണെന്ന് പറഞ്ഞു. എന്റെ ചാരു, ഒന്നും പറയണ്ട. ഇന്നലത്തെ ഉറക്കം ഒട്ടും ശരിയായില്ല. ഇന്നലെ കിടക്കാൻ തന്നെ ഒരുപാട് വൈകി. ഉറക്കത്തിലാണെങ്കിൽ ഭയങ്കര സ്വപ്നം കാഴ്ചയായിരുന്നേ. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒന്ന് ഉറങ്ങി വന്നപ്പോഴത്തേക്ക് 2 മണിയായി. അപ്പതേ അടുത്ത സ്വപ്നം. സ്വപ്നത്തിലാണല്ലോ ഞാൻ ഞെട്ടിത്തെറിച്ച് എഴുന്നേറ്റ് കരഞ്ഞു വിളിച്ച് ആകെ ബഹളമായിരുന്നു. പിന്നെ ഒന്ന് ഉറങ്ങി വന്നപ്പോഴത്തേക്ക് വെളുപ്പാങ്കാലമായി. അല്ല, ഈ ഞെട്ടി നിലവിളിക്കാൻ മാത്രം ചേച്ചി എന്ത് സ്വപ്നമാ കണ്ടത്? അയ്യോ, ആ സ്വപ്നത്തെ പറ്റി എന്നോട് ചോദിക്കല്ലേ, എനിക്ക് ആകെ പേടിയാവും. ചേച്ചി പറ അങ്ങോട്ട്. ഞാനും ഇച്ചായനും കൂടെ എവിടെയോ പോകുവാണ്. ഏതോ പാർട്ടിക്കാന്ന് തോന്നണേ. ഞാനൊരു പച്ച പട്ടുസാരിയൊക്കെ ഉടുത്തേക്കുന്നത്, ഇച്ചായനൊരു മുണ്ട് ഷർട്ടും. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കാറിനാണേ പോകുന്നത്. ഒരു വളവ് തിരിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പോകുമ്പോഴത്തേക്ക് അപ്പോൾ ഓപ്പോസിറ്റ് കൂടെ ഒരു ലോറി വരുന്നുണ്ട്. ഞങ്ങൾക്കും അത്യാവശ്യം സ്പീഡുണ്ട്, ലോറിയാണെങ്കിൽ അതിലും നല്ല സ്പീഡിലാണേ. ആ സ്ഥലം ഏതാണെന്നൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പെട്ടെന്ന് ഇച്ചായൻ ഇങ്ങനെ കാറിങ്ങനെ ഒരു ഒറ്റ വെട്ടിക്കൽ വെട്ടിച്ച്. പിന്നെ കേട്ടത് ഒരു വലിയൊരു ശബ്ദമായിരുന്നു ചാരു. ഈ 2 വണ്ടിയും കൂടെ നേർക്ക് നേരെ ഒറ്റയിടി. ഞാൻ തെറിച്ച് എവിടെയോ പോയി വീണ്. പിന്നെ ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോഴേ ഞാൻ ഇപ്പുറത്തെ സൈഡിലും ഇച്ചായൻ ഇപ്പുറത്തെ സൈഡിലും മരിച്ചു കിടക്കുന്നടി. അയ്യോ, അപ്പൊ ചേച്ചി സീറ്റ് ബെൽറ്റ് ഇട്ടില്ലായിരുന്നോ? ഒരൊറ്റ കുത്തുവെച്ചായിരുന്നു കേട്ടാ. മരിച്ചു കിടക്കുന്ന കാര്യം പറയുമ്പോഴാണ് സീറ്റ് ബെൽറ്റ് ഇട്ട കാര്യം പറയുന്നത്. ഓ, പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേരൊക്കെ ഞങ്ങളുടെ ചുറ്റിനും ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. എൻ്റെ ചാരു, ഞാൻ ഒരൊറ്റ ചാടി ഇങ്ങനെ എഴുന്നേക്കുമായിരുന്നു സ്വപ്നത്തിൽ. ഞെട്ടി വിറച്ചു പോയി. ഇച്ചായൻ പെട്ടെന്ന് പോയി ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. പക്ഷെ കുറേ നേരത്തേക്ക് എനിക്ക് ബോധം പോലും ഇല്ലായിരുന്നു. ചേച്ചി, ഇത് വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നമല്ലേ, ഫലിക്കും. ചേച്ചി സൂക്ഷിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാ. അല്ലെങ്കിൽ തന്നെ ഈ പച്ച പട്ടുസാരിയെ കൊടുത്തിട്ട് ഇച്ചാൻ എന്നെ എവിടെ കൊണ്ടുപോകാനാ? അതൊന്നും പറയാൻ പറ്റൂല ചേച്ചി. ഈ സ്വപ്നം ഫലിക്കില്ലെങ്കിൽ പിന്നെ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം എന്തിനാ? ഇത്തരം അനുഭവം ഉള്ളവരെ എനിക്ക് കുറേ പേരെ അറിയാം. അതൊക്കെ ആളുകൾ വെറുതെ പറയണതാ. നീ ഇച്ചാന് ചായ കൊടുത്താ? ഇല്ല, ദേ ആ ഫ്ലാസ്കിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ത് നോക്കി നിൽക്കുക? പണി നടക്കട്ടെ. അയ്യോ, ഞാനത് മറന്നുപോയി. നീ അത് പലപ്പോഴും മറക്കാറുണ്ട്. കൊടുത്തിട്ട് വരാവേ. ഞങ്ങൾ ആദരാഞ്ജലി നേരുന്നേ. ചായ സൂപ്പർ അടി. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ? ആന്റെ പോയിന്റ് മോള് ചോദിക്കടി. നമ്മൾ ഈ കാണുന്ന സ്വപ്നമൊക്കെ ബലിക്കോ? ഞാൻ എന്താ അങ്ങനെ ചോദിച്ചേ? ചുമ്മാ ചോദിച്ചതാ. വെറുതെ ചോദിച്ചാണെങ്കിൽ വിട്ടേരെ.
ഈ ചാരു പറയുക വെളുപ്പിനെ കാണുന്ന സ്വപ്നമൊക്കെ ബലിക്കുമെന്ന്. ചാരുവിന് പ്രാന്ത, അവൾക്ക് നല്ല വട്ടുണ്ട്. എടി, സ്വപ്നത്തെ എന്തുകൊണ്ടാണ് സ്വപ്നമെന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? അത് സ്വപ്നമായതുകൊണ്ട്. നടക്കുന്ന കാര്യമാണെങ്കിൽ അതിനെ യാഥാർത്ഥ്യമെന്ന് വിളിക്കും. അതാണ് ഈ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം. എന്നാലും ചിലരൊക്കെ കാണുന്ന സ്വപ്നമൊക്കെ ബലിക്കുമെന്ന് പറയാറുണ്ടല്ലോ. പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടടി. എന്ത് സ്വപ്നം? എന്നിട്ട് അത് ഫലിക്കുകയും ചെയ്തു. പറ, എന്താ സ്വപ്നം കണ്ടത്? സ്വപ്നം നീ ഞെട്ടിപ്പോവും. പറഞ്ഞേ. ഞാനിവിടെ പത്രവും വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നീ നല്ല ഒരു കട്ടൻ ചായ ആയിട്ട് വരിക, എന്നിട്ട് നീ അത് തരുന്നു, ഞാൻ കുടിക്കുന്നു, നിന്റെ അടുത്ത് കുശലം സംസാരിക്കുന്നു. കണ്ട, സ്വപ്ന യാഥാർത്ഥ്യമായി. എടേ, അങ്ങനെയാണ് മക്കളെ നമ്മൾ യാഥാർത്ഥ്യമാകുന്ന സ്വപ്നങ്ങളെ നമ്മൾ യാഥാർത്ഥ്യമാകുന്നു എന്ന് പറയും. ഇച്ചാന്റെ അടുത്ത് എന്ത് വന്ന് പറഞ്ഞാലും ഇച്ചാന് തമാശയാ. എന്ത് പറഞ്ഞാലും ഇച്ചാൻ തിരിച്ച് യുക്തിയും പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം റെഡി ആയിട്ട് നിൽക്കണം. നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടെ? ശേഖരൻ സാറിന്റെ മോളുടെ ബർത്ത്ഡേ ആണെന്ന്. നമുക്ക് പോകാടി. നീ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ചുന്നരിയായിട്ട് നിങ്ങൾ കേട്ടാ. കട്ടൻ ചായ നല്ലതാ കേട്ടാടി. ചാരു, നീ പറഞ്ഞില്ലേ ആർക്കോ എന്തോ അനുഭവം ഉണ്ടെന്ന്? കഴിച്ചോ? അതെന്തുവാ? എന്ത്? അല്ല, ഈ വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം ഫലിച്ച അനുഭവം ആർക്കും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്തുവാ? അത് ഒത്തിരി ഉണ്ട് ചേച്ചി. ഒന്ന് എന്റെ അമ്മാവൻ, പുള്ളിക്കാരൻ ഇതേപോലെ ഒരു ദിവസം വെളുപ്പാൻ കാലത്ത് ഒരു സ്വപ്നം കണ്ട് പുള്ളിക്കാരൻ മരിച്ചു പോണതായിട്ട്. അയ്യോ. ആൾക്കാരൊക്കെ ചുറ്റും കൂടി നിന്ന് കരയുവാണേ. ഇത് രാവിലെ എണീറ്റ ഉടനെ പുള്ളിക്കാരൻ വീട്ടുകാരടുത്ത് പറഞ്ഞു. ആരും മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് പുള്ളിക്കാരൻ കടയിൽ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്ത് വഴി വെച്ച് പാമ്പ് കടിച്ചു. എന്നിട്ട് ആൾക്കാരൊക്കെ എടുത്തോണ്ട് വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയി. എന്ത് കാര്യം, രാത്രിയായപ്പോ പുള്ളിക്കാരൻ മരിച്ചു. അയ്യോ. ആണല്ലേ? പക്ഷെ ഞാൻ കണ്ട സ്വപ്നമൊന്നും ഇതുവരെ ഫലിച്ചിട്ടില്ലടി. അങ്ങനെയാണെങ്കിൽ ചേച്ചി വെളുപ്പാങ്കാലത്തല്ലായിരിക്കും സ്വപ്നം കണ്ടത്. എന്റെ ചേച്ചി വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും. ആണോ? ഈ സ്വപ്നമൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതേ ദൈവം തരുന്ന സൂചനയാണ്. അതൊക്കെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും. നീ ഇപ്പൊ പറഞ്ഞത് കറക്റ്റാ. ഞാൻ ഈ സ്വപ്നം കണ്ടതേ ഞാനും ഇച്ചാനും കൂടെ ഏതോ പാർട്ടിക്ക് പോകുമ്പോ ആക്സിഡന്റ് ആയെന്നാ. ഇന്ന് വൈകിട്ടേ ഡിസ്ട്രിക്ട് ഓഫീസിലെ ശേഖരൻ സാറിന്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടിയാ. ഞാനും ഇച്ചാനും കൂടെ ആ പാർട്ടിക്ക് പോവാനിരിക്കുവാ. അയ്യോ. അത് മാത്രല്ല ചാരു, ഈ പാർട്ടിയുടെ കാര്യം അന്ന് ഇച്ചാൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേ ഞാൻ ഏത് സാരി ഉടുത്തോണ്ട് പോണോന്നറിയോ ഓർത്തത്? ഈ പച്ചപ്പട്ട് സാരി. ചേച്ചി, അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും പോരുത്. ഐഡിയ. അങ്ങനെയാണെങ്കിലേ ഈ പച്ച പട്ട് സാരിക്ക് പകരം നമുക്ക് വേറെ ഏതെങ്കിലും കളറിലെ സാരി ഉടുത്തോണ്ട് പോയാലോ? അയ്യോ, സാരിയുടെ കളർ അല്ലല്ലോ പ്രശ്നം, അവിടെ പോകുന്നതല്ലേ. എന്തായാലും ഇച്ചാൻ പോണോന്ന് പറയും. ചേച്ചി അങ്ങോട്ട് കാര്യം തുറന്ന് പറയണം. ഇച്ചാൻ സമ്മതിക്കത്തില്ലാന്ന്, ഇതൊക്കെ അന്ധവിശ്വാസാന്ന് പറയും. ഈ സയൻസ് പഠിച്ചവരോടെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ തിരിച്ച് തർക്കിക്കും. എന്റെ ചേച്ചി ഇങ്ങനെ സയൻസും പറഞ്ഞോണ്ട് നിന്നാലേ സംഗതി വഷളാവും. എങ്ങനെങ്കിലും ഇതൊന്ന് ഒഴിവാക്കാൻ നോക്ക്. ദയവായിട്ട് ഒരു അപകടം കാണിച്ചു തന്നതാ, ധിക്കരിച്ചാലേ അനുഭവിക്കും. ചേച്ചി ഒരു കാര്യം ചെയ്, ചേച്ചിക്ക് വയ്യെന്ന് അങ്ങോട്ട് പറ. വയ്യെന്ന് പറഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അത് കൊള്ളാം, അങ്ങനെ പറയാല്ലേ. അത് മിക്കവാറും ഏക്കും. വയ്യെന്നോ പറ. അയ്യോ തലവേദന ചായ, ഭയങ്കര തലവേദന. ഇന്ന് വൈകിട്ടത്തെ ഫംഗ്ഷന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാടി പെട്ടെന്നൊരു തലവേദന വരാൻ കാര്യം? ഒരു തലവേദന വരാനായിട്ട് പ്രത്യേകിച്ച് വലിയ കാരണം വേണം ചായ. തല വെട്ടിപ്പൊളക്കണം. നീ പേടിക്കണ്ടടി, ഇവിടെ തലവേദനയ്ക്കുള്ള ഗുളികയുണ്ടല്ലോ, അത് ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ട് നീ കിടന്ന് ഉറങ്ങിക്കോ. ഉറങ്ങി എണീക്കുമ്പോ അങ്ങ് മാറിക്കോളും. ഇതങ്ങനെ മാറുമെന്ന് തോന്നണില്ല ചായ. കഴിഞ്ഞ ദിവസം ഇങ്ങനത്തെ ഒരു തലവേദന വന്നേ, 2 ദിവസം എടുത്ത് മാറാൻ. നീ ആദ്യം ഗുളിക എടുത്ത് കഴിക്കേ, എന്നാലല്ലേ തലവേദന മാറോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ശേഖരൻ സാറിന്റെ മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷന് പോയേ പറ്റൂ, വേറെ ഒരു നിവൃത്തിയില്ല. ഇതിപ്പോ അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ലല്ലോ. ഒരു കുഞ്ഞ് ബർത്ത്ഡേ പാർട്ടി അല്ലേ, അതിന് പോയില്ല എന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം എന്റെ സീനിയറാണ്. അദ്ദേഹം എത്ര കാര്യമായിട്ട് വിളിച്ചിട്ട് പോകാതിരുന്നാലേ അത് ശരിയാകത്തില്ല. മോശമാണടി. അപ്പൊ എന്റെ തലവേദന വെച്ചോണ്ട് ഞാൻ പാർട്ടിയിൽ പങ്കെടുക്കണം? എടി, വൈകിട്ടത്തെ കാര്യം നീ ഇപ്പോഴേ തീരുമാനിക്കല്ലേ. നീ ഗുളിക എടുത്ത് കഴിക്കാദ്യം. ചായ എന്താണ് ചായന് വേണ്ടത്? ഇപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സാറിനെ വിളിച്ച് പറയാൻ, വരത്തില്ല, വൈഫിന് സുഖമില്ലാന്ന്. സാറിനെ വിളിച്ച് പറയുന്ന പ്രശ്നമേ ഇല്ല.
നമ്മൾ ഇന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് പോയിരിക്കും, ഇല്ലെങ്കിൽ മോശമാണ്. ആ കൊച്ചിന് അടുത്ത വർഷം ബർത്ത്ഡേ ഇല്ലേ, നമുക്ക് അപ്പം ആലോചിക്കാന്ന്. അടുത്ത വർഷം അവർ ആഘോഷിച്ചില്ലെങ്കിലോ? അതൊക്കെ ആഘോഷിക്കും. അല്ലെങ്കിൽ തന്നെ ഇതൊരു റീസൺ ആണോടി? ആരെങ്കിലും ഒരാൾ നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വിളിക്കുമ്പോൾ ഈ ബർത്ത്ഡേ ഫംഗ്ഷന് വരുന്നില്ല, അടുത്ത വർഷം വരാന്ന് പറഞ്ഞാൽ ഉച്ചയിടല് എനിക്ക് തലവേദന കൂടുന്നു. ഇച്ചാൻ എന്തൊക്കെ വാശി പിടിച്ചാലും ഈ തലവേദന വെച്ചോണ്ട് പാർട്ടിക്ക് പോകാൻ പറ്റത്തില്ല. വാശി പിടിക്കുന്ന ഞാനാണോ നീയാണോ? ഞാൻ ഒരു കാര്യം പറയാം, നീ ആദ്യം ഗുളിക എടുത്ത് കഴിക്കുക, എന്നിട്ട് തലവേദന മാറുമ്പോൾ നമുക്ക് പോവാന്നേ. ആ ഇതാരത്? ആ പവിത്രനായിരുന്നു. സാറിന്റെ ഫോൺ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. ആ പരമേശ്വരൻ ചേട്ടൻ വിളിച്ചായിരുന്നു. ആ പുള്ളിയുടെ പശുവിനെ ഇഞ്ചക്ഷൻ ചെയ്യേണ്ട ദിവസമായിരുന്നു ഇന്ന്. വൈകിട്ട് സാറിന് സമയം കാണുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാറിനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് പുള്ളി എന്നെ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് സാറിനെ കിട്ടുന്നില്ല. ഫോണിന് കുഴപ്പമൊന്നുമില്ല, നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. എന്നാ പക്ഷേ പ്രശ്നമുണ്ട്, ഇന്ന് വൈകിട്ട് നടക്കത്തില്ല, എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്, ഒന്ന് പറഞ്ഞേരെ. ഞാൻ പറയുമൊന്നുമില്ല, സാറങ്ങ് വിളിച്ചു പറഞ്ഞാൽ മതി. ഞാൻ വിളിച്ചു പറഞ്ഞാൽ പുള്ളി ചിലപ്പോൾ വിശ്വസിച്ചു വരും. എന്നാ ഞാൻ വിളിച്ചു പറയാം. ശരി എന്നാ കേട്ടോ. പവിത്ര പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, ഈ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കൂ? അതിന് അലീസ് ഇപ്പൊ അങ്ങനെ തോന്നാൻ കാര്യം? ചോദിച്ചതിന് സമാധാനം പറ, ഫലിക്കോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെളുപ്പിനെ 4-4:30 കൂടി കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കും. അത് കൊള്ളാം. ഈ സ്വപ്നം കാണുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് സമയം നോക്കാൻ പറ്റുമോ? ഈ മോശ സ്വപ്നങ്ങൾ കാണുമ്പോഴാണല്ലോ ഫലിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മാത്രമല്ല ഈ മോശ സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ഞെട്ടി എഴുന്നേക്കുന്നത്. ആ സമയം ചാടി എഴുന്നേറ്റ് ക്ലോക്ക് നോക്കണം. പവിത്രം കണ്ട ഏതെങ്കിലും സ്വപ്നം ഫലിച്ചിട്ടുണ്ടോ? ഫലിച്ചിട്ടുണ്ടോന്നോ? ഒരു ദിവസം ഞാനൊരു 5 നില കെട്ടിടത്തിന് മേളിയും താഴെ വീഴുന്നായിട്ട് സ്വപ്നം കണ്ടു. പിറ്റേന്ന് രാവിലെ രാജേന്ദ്രന്റെ ഒക്കെ മാവേന്ന് ചങ്കും തല്ലിയല്ലേ ഞാൻ താഴെ വീണത്. ആണോ? പിന്നെ മരിച്ചു പോകാതിരുന്ന ഭയങ്കര ഭാഗ്യമല്ലേ ഞാൻ. അത് 4 മണിക്കായിരുന്നാ? ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ അത് വലിക്കുകയല്ലോ. ദൈവമേ, എന്തായാലും സ്വപ്നം ഫലിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. ഇത് തന്നെയാ ചാരുവും പറഞ്ഞത്. 100% ഉറപ്പുള്ള കാര്യമല്ലേ? അലീസ് ഒരു സ്വപ്നം കണ്ടോ? ശരി പവിത്ര. കഷ്ട പറയുമ്പോ വലിയ ഡോക്ടറുടെ ഭാര്യയാ, കോളേജിലും കൂടുതലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് 21ാമത്തെ നൂറ്റാണ്ടിൽ ചോദിച്ചോണ്ട് നടക്കുക സ്വപ്നം കണ്ടാ ഫലിക്കുമോന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴാ 10ാം ക്ലാസ് പോലും ജയിക്കത്തില്ലാത്ത എന്നോട് എനിക്ക് തന്നെ ഒരു ബഹുമാനം തോന്നുന്നത്. ഈ വീട്ടിൽ 2 സ്ത്രീകളുണ്ട്, വീട്ടമ്മയായ എൻ്റെ ഭാര്യ, അവൾക്കൊരു സെർവൻ്റ്. 2 പേരെ കൊണ്ട് ഒരു ഗുണവുമില്ല. എന്നാടി തലവേദന കൂടി. എങ്ങനെ കൂടാതിരിക്കും? മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, മരുന്ന് കഴിക്കത്തുമില്ല, റെസ്റ്റ് എടുക്കത്തുമില്ല, മുദ്രാവാക്യം വിളിക്കും, ഒരു കുറവുമില്ല. ഞാൻ പറഞ്ഞല്ല ഇച്ചാൻ കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ മുദ്രാവാക്യം വിളിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ മോള് ടെൻഷൻ ആവണ്ട, തലവേദന കൂടും. ഒരു കാര്യം ചെയ്യാം, ബർത്ത്ഡേ പാർട്ടിക്ക് നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. ശേഖരൻ സാർ എന്തായാലും ചോദിക്കും നീ എന്താ വരാത്തതെന്ന്. ഞാൻ പറയാൻ നിനക്ക് തലവേദനയാണെന്ന്, അതോടെ പ്രശ്നം തീർന്നില്ലേ? നീ എന്നാടി പൊട്ടൻ ബേക്കറി കണ്ട പോലെ നിൽക്കുന്ന? നീ എന്നാ ഈ ആലോചിക്കുന്നേന്ന്? ഞാൻ ഇപ്പൊ വരാം. എവിടെ പോവാ? മരുന്ന് കഴിക്കാൻ. മരുന്ന് കഴിക്കാൻ അടുക്കളയിലാണോ പോണേ? ഗുളിക കഴിക്കണമെങ്കിൽ വെള്ളം എടുക്കണ്ടേ? എന്നാ പോ. ഡോക്ടറെ, ആ ഉണ്ണിയർച്ചേ, രാവിലെ എന്താ പരിപാടി? ഓ ഒന്നുമില്ല, വെറുതെ. ആലീസ് ഇല്ലേ? അകത്തുണ്ട്, തലവേദനയാണെന്ന് പറഞ്ഞ് നടക്കുക. ഓ, മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. വന്നു നിന്റെ തലവേദനയെ കുറിച്ച് പറയുകയായിരുന്നു. അയ്യോ, മരുന്ന് കഴിക്കാതെ എങ്ങനെയാ ആലീസേ? ഇപ്പോഴത്തെ തലവേദനയൊക്കെ സൂക്ഷിക്കണേ. പേര് പോലും അറിയാത്ത എന്തൊക്കെ അസുഖങ്ങളും ഉണ്ടാവുന്നേ. ഓ, ഇത് അങ്ങനത്തെ അസുഖമൊന്നും അല്ലെന്നേ, എനിക്ക് ഇടക്കിടക്ക് വരാറുള്ളതാ. ആ, എന്നാ പിന്നെ കൂടുതൽ സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നത് നല്ലതല്ല. ഇത് പഞ്ചായത്ത് മെമ്പറാണോ ഡോക്ടറാണോ? ആരായാലും നല്ലത് പറഞ്ഞ അംഗീകരിക്കുക. ഡോക്ടറെ, ആ ഇന്നലെ ശേഖരൻ സാറിന്റെ മോളുടെ ബർത്ത്ഡേ, ഡോക്ടറെ വിളിച്ചില്ലേ? പിന്നെ വിളിക്കാതിരിക്കുവോ? ഞങ്ങൾ വൈകിട്ട് പാർട്ടിക്ക് പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ഞങ്ങള് വരുന്നില്ല, എനിക്ക് തലവേദനയല്ലേ, അതുകൊണ്ട് പോകണ്ടാന്ന് തീരുമാനിച്ചു. ഇല്ല പോകുന്നുണ്ട്, വൈകിട്ടാകുമ്പോ ഇത് മാറുകയൊക്കെ ചെയ്യും. ഇനി അഥവാ ആലീസിന് തലവേദന മാറുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. അയ്യോ, അങ്ങനെ ഒറ്റയ്ക്ക് പോകാനൊന്നും പാടില്ല ചായ, ഞാനിവിടെ തനിച്ചാവത്തില്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോ നീ ഇവിടെ തനിച്ചാണല്ലോ. അല്ല, തലവേദന ഉള്ളപ്പോ എന്നെ തനിച്ചു വിടാൻ പാടില്ലല്ലോ. എന്തെങ്കിലും ആവശ്യം വന്നാലോ? എന്താവശ്യം വരാൻ? എന്തെങ്കിലും വരും. എന്തായാലും ഞങ്ങൾ വരുന്നില്ല പാർട്ടിക്ക്. ഇവിടുത്തെ കാര്യം അങ്ങനെ തന്നെയാ. സത്യേട്ടനോട് പറഞ്ഞപ്പോ സത്യേട്ടന് താല്പര്യമില്ലെന്ന്. ഇനിയിപ്പൊ ഞാൻ തനിച്ചു പോകേണ്ടി വരും. തനിച്ചല്ലല്ലോ, ഞാനുണ്ടല്ലോ, ഞാൻ എന്തായാലും പോകുന്നു. ഇച്ചായം വരാൻ ഒരു സാധ്യതയില്ല. അത് ആലീസാണോ തീരുമാനിക്കുന്നത്? ഞാൻ വരുന്നുണ്ട്, നമുക്ക് വൈകിട്ട് കാണാം. ശരി, ഞാൻ ആലീസേ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, തലവേദന സൂക്ഷിക്കണേ. നിങ്ങളാണ് എന്റെ ഏറ്റവും വലിയ തലവേദന. ഞാൻ ചെല്ലട്ടെ.
ആ സ്ട്രീമറെ നാളെ വൈകുന്നേരം എന്നെ സ്റ്റേഷനിൽ വന്നൊന്ന് കാണും. ആ നോക്കാം. ശരി ശരി ശരി. സത്യേട്ടാ, ആലിസിന് ഭയങ്കര തലവേദന. നീ ഇത്ര എന്തിനാ വെപ്രാളപ്പെടുന്നേ? അയാൾ വലിയ ഡോക്ടറല്ലേ, വല്ല എരുമയ്ക്ക് കൊടുക്കുന്ന മരുന്നാണ്, അത് കലക്കി കൊടുക്കാൻ പറഞ്ഞാൽ മതി. അതവര് നോയിക്കോളും. അതല്ല ഞാൻ പറയാൻ വന്നേ. നമ്മുടെ ഡോക്ടർ മേലുദ്യോഗസ്ഥനാണല്ലോ ശേഖരൻ സാറ്. ഡോക്ടറെയും ശേഖരൻ സാറ് പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്. ആലീസും ഡോക്ടറും കൂടെ പോകാനിരുന്നതാ. ഇപ്പൊ എന്താ പോണ്ടെന്ന് വെച്ചോ? അതില്ല, ആലീസ് ഇല്ലാത്തോണ്ട് ഡോക്ടർ ഒറ്റയ്ക്കാ പോകുന്നത്. സത്യേട്ടൻ തിരക്കാണെന്ന് ഞാനും പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറയാ നമുക്ക് ഒരുമിച്ച് പോവാന്ന്. ഡോക്ടർ എന്തായാലും കാറിലായിരിക്കും പോകുന്നത്. അക്കൂടെ അങ്ങ് പോയ എളുപ്പമായല്ലോ. പാർട്ടി കഴിയാൻ ഇത്തിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഡോക്ടറിനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടോളുമല്ലോ. ആർച്ചേ, ഞാനേ ഒന്നുകൂടി ആലോചിച്ചപ്പോഴാണ് നീ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഭഗവാനെ, ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് സത്യേട്ട സമ്മതിച്ചല്ലോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യേട്ടാ. അതെന്താ ആർച്ച നീ അങ്ങനെ പറയണേ? ഇതിനു മുന്നേ നീ പറഞ്ഞ പല ന്യായമായ കാര്യങ്ങളും ഞാൻ സമ്മതിച്ചിട്ടില്ലേ? അതേത് കാര്യം? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ മീൻ വാങ്ങാന്ന് പറഞ്ഞു, അപ്പൊ നീ പറഞ്ഞു ചിക്കൻ മതിയെന്ന്. ഒടുവിൽ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ വാങ്ങിച്ചാൽ മതിയെന്ന്. ആ, അതെന്തുകൊണ്ടാ? മീനിന്റെ വില വിളിച്ചു ചോദിച്ചപ്പോ സത്യമുണ്ട് കണ്ണു തള്ളിപ്പോയി. മീൻ വാങ്ങിക്കുന്നതിലെ ലാഭം ചിക്കൻ വാങ്ങിക്കുന്നതാണെന്ന് മനസ്സിലായി. ഓ, പിന്നെ? അതുകൊണ്ടല്ലേ? ചുമ്മാ ഇരിക്കാം. അതൊക്കെ പോട്ടെ, ഇപ്പൊ എന്താ കാര്യം? അതെ, ഈ ശേഖരൻ സാറിന്റെ മോളുടെ ബർത്ത്ഡേക്ക് നമ്മൾ പോയിരുന്നാൽ അത് ഭയങ്കര മോശമാണ്. നാളെയും കാണേണ്ടല്ലേ നമ്മള്? ഇതല്ലേ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. അതെ, പക്ഷെ അപ്പോഴെനിക്ക് അതിന്റെ അപകടം മനസ്സിലായില്ലായിരുന്നു. അപകടോ? എന്താ അപകടം? ആർച്ചേ, ഇപ്പോ നമ്മുടെ മോളുടെ ബർത്ത്ഡേ നമ്മൾ നടത്തുകയാണെന്ന് വെക്ക്. നമ്മൾ ശേഖരൻ സാറിനെ വിളിക്കാൻ പോകുമ്പോ സാറ് ചോദിക്കും, അന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ വിളിച്ചിട്ട് നിങ്ങൾ വന്നില്ലല്ലോ സത്യപാലാന്ന്, അല്ലേ? അത് പ്രശ്നമാണ് ആർച്ചേ. ഒരു പ്രശ്നമില്ല സത്യേട്ടാ. സത്യേട്ടൻ എന്തെങ്കിലും തിരക്കിലാണെന്ന് ഞാൻ പറഞ്ഞോളാം. ഡിവൈഎസ്പി കാണാൻ പോവാതിരുന്നാലാണ് പ്രശ്നം. ആർച്ചേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ സ്റ്റേഷനിൽ ഉണ്ടല്ലോ. അതിനിടയ്ക്ക് എപ്പോഴും വേണമെങ്കിലും എന്നെ DSPക്ക് വിളിക്കാമല്ലോ. അല്ലാതെ വൈകിട്ട് എന്നെ കാണുന്ന അങ്ങനെ തര നിർബന്ധം എന്താണ്? സത്യേട്ടാ, സത്യേട്ടന്റെ മേലുദ്യോഗസ്ഥനാണ് ഡിവൈഎസ്പി. ആർച്ചേ, എന്ത് പറഞ്ഞാലും ഇന്ന് ബർത്ത്ഡേക്ക് ഞാൻ വരും. ആ, അത് കൊള്ളാലോ. ചേച്ചിക്ക് സാറിനെ പേടിയാണോ? മുഖത്ത് നോക്കി കാര്യം പറയുന്നതിന് എന്തിനാ ഇത്ര പേടിക്കുന്നേ? അതെ, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അല്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ചേച്ചിയുടെ സ്വന്തം കാര്യമല്ലല്ലോ, സാറിനെയും കൂടി നന്മ വരാൻ വേണ്ടിയിട്ടല്ലേ. എന്റെ ചാരു അപ്പുറത്തെ യക്ഷിനെയും പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്, അവരും വരുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് ഇച്ചായം പോവും. ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ചേച്ചി ഐഡിയ മാറ്റി പിടിക്കേ. സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞാലല്ലേ സാറ് വിശ്വസിക്കാതിരിക്കുള്ളൂ. ആർച്ച ചേച്ചിയുടെ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നോക്ക്, അതാവുമ്പോ ഏക്കും. ഇത്രയും കാലം അങ്ങനെയല്ലേ ചേച്ചി ഓരോ കാര്യങ്ങൾ സാധിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നടക്കും. അതെ, ഇച്ചായൻ, എനിക്ക് ഇപ്പോഴേ ഇച്ചായന്റെ ഉദ്ദേശം മനസ്സിലായത്. എന്നാടി ഇച്ചാൻ എന്താ എന്നോട് പറഞ്ഞത്? നീ ഒരു ഗുളിക എടുത്ത് കഴിക്ക്, അപ്പൊ തലവേദന മാറും, എന്നിട്ട് നമുക്ക് പാർട്ടിക്ക് പോവാന്നല്ലേ? അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചാൻ എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ നിനക്ക് തലവേദനയല്ലേ, നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാന്ന്. അതല്ലേ നിവൃത്തിയുള്ളൂ. അതേ നിവർത്തിയോളന്ന് ഇച്ചായം വരുത്തി തീർത്തു. ഇപ്പൊ എന്തായി? പരമസുഖായില്ലേ? ഇച്ചാന് പോവുകയും ചെയ്യാം, ഞാൻ വരുന്നുമില്ല, കൂട്ടത്തിൽ അവളും ഉണ്ട്. അവളോ? ഉണ്ണിയാർച്ചൻ വരുന്നുണ്ടല്ലോ പാർട്ടിക്കെന്ന്. ഇനിയിപ്പോ രണ്ടുപേർക്കും കൂടെ സുഖമായിട്ട് പോവാലോ. എന്റെ ശല്യവും ഇല്ല. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും അങ്ങനെ എങ്ങനെ? ഓ, ഇവളുടെ കൊഞ്ചലും കുഴലും ഒക്കെ കാണുമ്പോഴേ എന്റെ ഈ പെരി വരലിൽ നിന്നൊരു തരിപ്പ് ഇങ്ങനെ വരും വായി നോക്കി. എന്നാ ഓവർ അടിയത്? നീ എന്നാത്തിനാടി വെറുതെ എന്റെ അടുത്ത് വഴക്ക് കൂടുന്നേ? വെറുതെ 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 എന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞ് വെറുതെ ആവാതിരിക്കൊന്നുമില്ല, വെറുതെ തന്നെ. ഇച്ചായ, എന്ത്? എനിക്ക് മനസ്സിലായി, ഇത് ഇച്ചായനും അവളും കൂടെ പ്ലാൻ ചെയ്തതാണെന്ന്. അതുകൊണ്ട് എന്താ, ഉണ്ണിയാർച്ച നൈസായിട്ട് സത്യപാലൻ സാറിനെ അങ്ങ് ഒഴിവാക്കി, ഇച്ചായൻ എന്നെയും. എടി, യഥാർത്ഥത്തിൽ നടന്ന എന്താണെന്ന് എനിക്കും നിനക്കും വ്യക്തമായിട്ട് അറിയാം. നിന്നെ ഒഴിവാക്കിയതാണോ? തലവേദന കാരണം വരുന്നില്ല എന്ന് പറഞ്ഞ നീ അല്ലേടി? ഓ, ഞാൻ അങ്ങനെ പറയാൻ ഇച്ചായൻ കാത്തിരിക്കുവായിരുന്നല്ലേ? ഞാൻ തലവേദന എന്ന് പറഞ്ഞപ്പോ ഇച്ചായൻ എന്താ പറഞ്ഞത്? തലവേദന ആണെങ്കിൽ വരണ്ടാന്ന്. എടി, ശരിക്കും എന്താ സംഭവിച്ചതെന്ന് എനിക്കും നിനക്കും വ്യക്തമായിട്ട് അറിയാം. നീ ഓവറായിട്ട് ഡ്രാമ ഉണ്ടാക്കരുത്. എന്നാ ഒരു കാര്യം ചെയ്, നീയും കൂടെ പോരെ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഈ പ്രശ്നം അങ്ങനെ തീരണ്ട. ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്?
എനിക്ക് എന്തായാലും അവരോട് ഈ ബർത്ത്ഡേ പാർട്ടിക്ക് വരണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അവർ വേറൊരാളുടെ ഭാര്യയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് എവിടെ വേണമെങ്കിലും പോവാം. അതേ ഉള്ള വഴി. വേറെ എന്ത് വഴിയാടി? വേറെയും വഴിയുണ്ട്. എന്ത് വഴിയാ? ഇത് ഗുണ്ടകളൊക്കെ നിൽക്കണമല്ലോ, ഇങ്ങനെ നിൽക്കുന്നതിന്. മര്യാദയ്ക്ക് നിൽക്കുക. പറയട്ടെ. പറ. ഈ ചാനും ഞാനും പോകുന്നില്ല, പ്രശ്നം തീർന്നില്ലേ? അതെന്നെ വർത്താനം അടി, അതെന്ത് ന്യായമാ? ഇതാണ് ഇവിടുത്തെ ന്യായം. നമ്മൾ രണ്ടുപേരും പോകുന്നില്ല, ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഞാനാ. പറ പറ, വരുതില്ലെന്ന് പറ. പറ പറ പറ. ഹലോ സർ. ആണോ സർ? ഓ എന്നാ പിന്നെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ സർ. പറയാൻ എന്താന്ന് വരത്തില്ലെന്നും ഒന്നും മിണ്ടാടി. ശേഖരസാറിന്റെ അമ്മയ്ക്ക് സൂക്കേടാണ്, അതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകണം. ഇന്നത്തെ പാട്ട് നടക്കില്ല എന്ന്. നിന്റെ സൂക്കേട് ഇതോടെ മാറി കിട്ടിയല്ലോ അല്ലേ? അല്ലേ എന്റെ പൊന്നാലീസെ, നിന്റെ ഈ സംശയ രോഗം കാരണം എനിക്ക് ജീവിക്കാൻ പറ്റാത്ത രാഗാതെ എങ്ങനെ ഇരിക്കും? പറയട്ടെ, സത്യമായിട്ട് സംശയം ഉണ്ടായിട്ടല്ല ഇച്ചായ. പിന്നെ എന്തുണ്ടായിട്ടാണ്? പറയട്ടെ. പറ. പിന്നെ ഇന്നുണ്ടല്ലോ, വെളുപ്പിനെ ഞാനൊരു സ്വപ്നം കണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ പാർട്ടിക്ക് പോയി. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് വന്ന് നമ്മൾ രണ്ടുപേരും മരിച്ചുപോയിന്ന്. ഈ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നമൊക്കെ ഫലിക്കുമെന്ന് അയച്ചായ പ്രമാണം. ആരുടെ പ്രമാണം? ചാരുവും പവിത്രനും എല്ലാരും പറഞ്ഞു. ഇതൊക്കെ ഇച്ചായനോട് പറഞ്ഞിട്ട് വന്ന ഇച്ചായൻ ലോകത്തില്ലാത്ത ലോജിക്കും പൊക്കിക്കൊണ്ട് വരും. അപ്പൊ വൈകിട്ട് പോവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ കൊണ്ട വഴിയാ. സ്നേഹം കൊണ്ടല്ല ഇച്ചായ. കൊണ്ട് നിവൃത്തിയില്ലാതായി കേട്ടാ. ക്ഷമിച്ചില്ലേ? അല്ല എന്ത് ചെയ്യാ?